എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ക്യാരറ്റ് മക്രോണി പായസം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി പായസം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ നമ്മൾ എടുക്കുമ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ അളവാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഞാനിവിടെ ഒരു പാക്കറ്റ് പാലെടുക്കുമ്പോൾ അതിന് 2 ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്യാരറ്റ് വലുതാണെങ്കിൽ ഒരു 1.5 എണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി 2 പാക്കറ്റ് പാലെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് പാലിന് 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് അടുത്തത് വേണ്ടത് മക്രോണിയാണ്. അപ്പോൾ മക്രോണിയുടെ അളവ് കറക്റ്റ് പറയുവാണെങ്കിൽ ഒരു പാക്കറ്റ് പാലിന് നമ്മൾ 1/2 കപ്പ് മക്രോണിയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 1/2 കപ്പാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 പാക്കറ്റ് പാലെടുത്തത് കൊണ്ട് തന്നെ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടുന്ന ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ക്യാരറ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെന്തതിന് ശേഷം ക്യാരറ്റും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചും കൂടി എടുക്കണം. ഇനി നമുക്ക് അടുത്തതിലേക്ക് വേണ്ടുന്ന മക്രോണി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കുകയെന്ന് വെച്ചാൽ ഫൈനായിട്ട് പൊടിക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മക്രോണി ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. നമ്മുടെ പാലടയൊക്കെ കിടക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം മക്രോണി കിട്ടാൻ. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്നൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മതിയാവും. അപ്പോഴേക്കിത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി നമ്മുടെ മക്രോണി വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പാലൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അടിയിലൊന്നും പിടിക്കാതിരിക്കുക, ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ പാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പായസത്തിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും ബാക്കി മിൽക്ക് മെയ്ഡുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മക്രോണിയൊക്കെ ഇരുന്ന് ഒന്ന് കട്ടയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ മക്രോണിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മക്രോണി ഉടച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് പായസം കുടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഉപ്പ് മറക്കാതെ ചേർത്ത് കൊടുക്കണം. കാരണം ഉപ്പ് ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പായസത്തിന് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് വേണം നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് നെയ്യ് വെറുതെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് ഈ ഒരു പായസത്തിനല്ല, ഏത് പായസത്തിനായാലും ഇതുപോലെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടൊന്ന് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ഉണക്കമുന്തിരി ഇടുന്ന അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കാഷ്യൂനട്ട് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കാഷ്യൂനട്ട് വറുത്തെടുത്ത നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റ് മക്രോണി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പായസം നമുക്ക് കുറച്ചൊന്ന് ലൂസായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മളിതിൽ മക്രോണിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇത് ഇരിക്കുന്നതോറും കുറച്ചൊന്ന് കുറുകി വരും. പിന്നെ ഈ ഒരു പായസം നമ്മൾ വെച്ച ഉടനെ കുടിക്കാതെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കുടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശരിക്കും രാവിലെ വെച്ചിട്ട് വൈകുന്നേരം കുടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോഴാണ് ആ മക്രോണിയിലേക്ക് ഇതിലെ ആ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ ശരിക്കുള്ള കളറെന്ന് വെച്ചാൽ ഇതാണ്. നമ്മുടെ അടുപ്പെങ്കിൽ കുറച്ച് വെട്ടക്കുറവുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.